ഗസയിൽ ഇസ്രായേൽ നരമേധം ആരംഭിച്ചിട്ട് അടുത്ത മാസം 7-ാം തീയതി ആകുമ്പോൾ 2 വർഷം പൂർത്തിയാവും. അതിന് കാരണമുണ്ട് ഹമാസ് നടത്തിയ ഒരാക്രമണം. വർഷങ്ങൾ നീണ്ട ഇസ്രായേലിൻ്റെ ആധിപത്യത്തിനിടയിൽ അതിനൊരു ചെറുത്തുനിൽപ്പായിട്ട് ഹമാസ് നടത്തിയ ഒരു ആക്രമണത്തെ മറയാക്കിയാണ് 2 വർഷം നീണ്ട നരമേധം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും തീർന്നിട്ടില്ല. ഏതാണ്ട് 65,000-ഓളം മനുഷ്യജീവൻ അവിടെ പൊലിഞ്ഞു എന്നാണ്. അതും ഏതാണ്ടെല്ലാം നിസ്സഹായരായ മനുഷ്യരാണ്, നിരപരാധികളായ മനുഷ്യരാണ്. അത്രയും പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. അനൗദ്യോഗികമായി എത്രയാണ് എന്ന് നമുക്കറിയില്ല. ഈ ഔദ്യോഗികമായ കണക്ക് അവതരിപ്പിക്കുന്നവർ തന്നെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ എണ്ണം എത്രയാണെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ മരിച്ചവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ള വസ്തുതയും അവിടെയുണ്ട്. ഏറ്റവും ഒടുവിൽ ഗസ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം. അതിനെതിരെ ഇസ്രായേലിൽ തന്നെ വലിയ പ്രതിഷേധം ഉയരുമ്പോൾ പോലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ കുറേ സംസാരിച്ചിട്ടുണ്ട് ഗസയെക്കുറിച്ച്. അതിൻ്റെ തുടക്ക സമയം മുതൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ ഗസയിലെ മനുഷ്യർ അവരിനി അവിടെ തുടരാൻ അവർക്ക് കഴിയും എന്ന് തോന്നുന്നുണ്ട്. ഗസ പൂർണ്ണമായിട്ടും ഒരു മരുഭൂമിയാക്കി മാറ്റുക എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. 2021 ഒക്ടോബറിൽ ഇത് തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു അത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ഗസ സിറ്റിയിലേക്ക് സൈനിക നടപടി വ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ 40%, ആ നഗരത്തിൻ്റെ ഏകദേശം 40% IDF നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഇത് 2023 ഒക്ടോബർ 13 തുടങ്ങിയതാണ്. ഒക്ടോബർ 7 ശേഷം ആദ്യത്തെ ഗസ ഒഫൻസീവ് ആരംഭിക്കുന്നത് ഒക്ടോബർ 13 അന്ന് മുതൽ ഈ നഗരത്തിലെ ജനങ്ങൾ അന്ന് അവരോട് തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോഴും പറയുന്നത് നിങ്ങൾ തെക്കൻ ഗസയിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സമ്പൂർണ്ണ ഒഫൻസീവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ആളുകൾ കൊല ചെയ്യപ്പെട്ടു, എത്ര ആളുകൾ ബാക്കിയായി എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എല്ലാ അർത്ഥത്തിലും ജിനോസൈഡ് എന്ന് 100% പറയാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ഈ ഗസ ഹെൽത്ത് മിനിസ്ട്രി പുറത്തുവിട്ട കണക്ക് പ്രകാരം 64,848 ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്, ഇതിനകം മരണം. അപ്പം ആംനസ്റ്റി ഇൻ്റർനാഷണൽ പറയുന്നത് താങ്കൾ സൂചിപ്പിച്ചത് വളരെ കറക്റ്റാണ്. ഈ കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ധാരാളം റെസിഡൻഷ്യൽ ഏരിയകൾ ബോംബിങ്ങിന് വിധേയമായിട്ടുണ്ട്. പള്ളികൾ, റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ, ആശുപത്രികൾ, പള്ളിക്കൂടങ്ങൾ, മദ്രസകൾ, ഇങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള കെട്ടിടങ്ങളുണ്ടോ അതൊക്കെ ബോംബിട്ട് തകർത്തിട്ടുണ്ട്. ഇതിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെയൊക്കെ ഒരുപക്ഷെ നമുക്ക് പുറത്തെത്തിക്കാൻ കഴിഞ്ഞേക്കാം. കാണാമറയത്ത് പൊലിഞ്ഞുപോയ 100 കണക്കിന് മനുഷ്യരുണ്ടായേക്കാം. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഒരു കണക്ക് പറയുന്നത് 1,00,000-നടുത്ത ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ 65,000-നോട് അടുപ്പിച്ചെന്നുള്ള കണക്ക് പറയുമ്പോൾ തന്നെ അവർ തന്നെ പറയുന്നുണ്ട് 1,62,000 മനുഷ്യർ ഫാറ്റലി വൂണ്ടഡ് ആണ്. കാരണം യാതൊരു തരത്തിലുള്ള ചികിത്സാ സംവിധാനമില്ല. ഇതിൽ എത്ര ആള് സർവൈവ് എന്നുള്ളത് പറയാൻ പറ്റില്ല. അതിന് സമാന്തരമായിട്ട് സ്റ്റാർവേഷൻ. ഇപ്പോൾ ഇന്നത്തെ രാവിലത്തെ പത്രത്തിൽ അവിടുത്തെ ഫലസ്തീനിയൻ കവി അദ്ദേഹം പട്ടിണി കിടന്ന് മരിച്ചതിൻ്റെ വാർത്ത നമ്മൾ കാണുന്നു.